വേനൽക്കാല അവധിക്കാലത്തിലെ ഭീതിപ്പെടുത്തിയ എന്റെ സ്കൂൾ അനുഭവം. അവധിക്കാലം ആയപ്പോൾ ഞാനും ഞങ്ങളുടെ അച്ഛന്റെ വീട്ടിലേക്ക് പോയി. ആ ഗ്രാമത്തിൽ പാട്ടുപാടാൻ പോലും ശബ്ദമില്ലായിരുന്നു. പക്ഷേ ആ സ്ഥലത്തെ പഴയ സ്കൂൾ കണ്ടപ്പോൾ എനിക്കൊരു ഉന്മേഷം തോന്നി. അച്ഛന്റെ അനുഭവം കേട്ടപ്പോൾ ഞാൻ ത്രസിച്ചു. ആ സ്കൂൾ എബദേവ് ആണ്, അച്ഛൻ പറഞ്ഞു. പക്ഷേ ഞാനെന്തിനാ വിശ്വസിക്കുന്നത്? ഞാൻ എന്റെ ഫോണുമായി അകത്ത് കയറാൻ തീരുമാനിച്ചു. വാതിലുകൾ അസ്ഥിക്കുടം പോലെ തൂങ്ങി വീഴുന്ന അവസ്ഥ. ഉള്ളിൽ കയറിയപ്പോൾ ഒരു ഭീതികരമായ തണുപ്പ്. രാത്രി ആയതും ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി. ക്ലാസ് റൂമിൽ കയറിയപ്പോൾ കുറെ പഴയ ബെഞ്ചുകൾക്കും ഗ്രൂപ്പ് ഫോട്ടോകൾക്കും ഇടയിൽ നീളുന്ന കറുപ്പു കരിവളയം. അപ്പോൾ ഞാൻ കേട്ടു, ടീച്ചറെ, ഞാൻ ഇന്നുമുണ്ട്. ചിതറിയ താടി, പൊടിപടർന്ന ഹെയർ, കർദമം നിറഞ്ഞ കണ്ണുകൾ. ഒരുവളെ ഞാൻ കണ്ടു. വെളുപ്പിനുള്ള വെള്ള ഹോസ്റ്റൽ യൂണിഫോം. ചിരിയോ കരച്ചിലോ ആ പോലെയില്ലാത്ത ഒരു ശബ്ദം. ഞാൻ ചാടിയെ പുറത്തേക്കോടിയിട്ടുള്ളൂ. പിന്നിൽ ശബ്ദം, ക്ലാസ് തീർന്നില്ലേ? അന്ന് രാത്രി മുതൽ എന്റെ സ്വപ്നങ്ങളിൽ ആ ഉള്ള വാക്കുകൾ വീണ്ടും വീണ്ടും കേൾക്കുന്നു. ഇപ്പോഴും ഉറക്കത്തിനു മുൻപായി ആ കണ്ണുകൾ എന്നെ നോക്കും. എനിക്ക് ഒരേ ഒരു വിഷമം, ആരായാലും ആ സ്കൂളിലേക്ക് പോയാൽ അവർ മടങ്ങാറില്ല. നിങ്ങൾ ആ സ്കൂളിന്റെ അടുത്തേക്ക് പോയാൽ ആ ക്ലാസ് നിങ്ങൾക്കുമാകാം. തീർന്നില്ലാത്ത ക്ലാസ്.